ഓൾ ടൈം ഹൈയിൽ നിന്നും ഹെവി ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ രണ്ട് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് എംഡാർ ടെക്നോളജീസ് ലിമിറ്റഡ്. എംഡാർ ടെക്നോളജീസ് ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുകയാണ്. സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 60% കറക്റ്റ് ആവുകയും ചെയ്തു. അതിനുശേഷവും മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 1.35% ഇടിഞ്ഞു. എംഡാർ ടെക്നോളജിയുടെ 52 വീക്ക് ലോ 1600, 52 വീക്ക് ലോയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈ 2920. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 131. എംഡാർ ടെക്നോളജി എന്ന സ്റ്റോക്ക് ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്യുകയാണ്. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഇൻഡെക്സ് 10% പോസിറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ എംഡാർ ടെക്നോളജി 2% റിട്ടേൺ മാത്രമാണ് നൽകിയത്. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 20 കോടിയിൽ നിന്നും 4.4 കോടിയിലേക്ക് ഇടിഞ്ഞു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 78% ഇടിവാണ് വന്നത്. റവന്യൂ 182 കോടിയിൽ നിന്നും 128 കോടിയിലേക്ക് ഇടിഞ്ഞു. റവന്യൂവിൽ 16% ഇടിവ് വന്നു. എബിറ്റ 52% ഇടിഞ്ഞ് 34.5 കോടിയിൽ നിന്നും 16.6 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 22.6% നിന്നും 12.9% ഇടിയുകയും ചെയ്തു. അതേസമയം എംഡാർ ടെക്കിൻ്റെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ 894 കോടി രൂപയുടെ ഓർഡറുണ്ട്. കൂടാതെ വരും സമയങ്ങളിലും കമ്പനിക്ക് ക്ലീൻ എനർജി സെക്ടറിൽ നിന്നും വലിയ ഓർഡറുകൾ ലഭിച്ചേക്കും എന്ന് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. വരുന്ന ക്വാർട്ടർ ഈ ക്വാർട്ടറിനേക്കാൾ സ്ട്രോങ് ആയിരിക്കും എന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ ഒപ്റ്റിമിസവും നമ്മൾക്ക് കാണാൻ സാധിക്കും. ക്വാർട്ടറിലെ റിസൾട്ട് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ സെയിൽസ് 152 കോടിയിൽ നിന്നും 128 കോടിയിലേക്ക് ഇയർ ഓൺ ഇയറിലും 142 കോടിയിൽ നിന്നും 128 കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് മാർജിൻ 24% നിന്നും 12%ലേക്കാണ് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് 30 കോടിയിൽ നിന്നും 4 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. കമ്പനിയുടെ അണ്ടർ പെർഫോമൻസ് സ്റ്റോക്കിൻ്റെ പ്രൈസിലും പ്രതിഫലിക്കുന്നുണ്ട്. ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് ഹെവി ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ എംഡാർ ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം 1700 വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് കൂടിയാണ്. എംഡാർ ടെക്നോളജീസിൻ്റെ മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിച്ചാലും വീക്ക്ലി ക്യാൻഡൽ പാറ്റേൺ പരിശോധിച്ചാലും ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. 1600 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ട് കൂടിയാണ്. ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 1600-നടുത്ത് സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും ഷോർട്ട് ടൈമിൽ സ്റ്റോക്ക് ചിലപ്പോൾ 1900, 2000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു കോൺട്രാബെറ്റ് എന്ന രീതിയിൽ എംഡാർ ടെക് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാം. വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം എംഡാർ ടെക് പോലെ അണ്ടർ പെർഫോം ചെയ്യുന്ന കമ്പനികളിൽ നടത്തേണ്ടത്. രണ്ടാമത്തേത് DCX സിസ്റ്റം ലിമിറ്റഡ് എന്ന ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കാണ്. DCX സിസ്റ്റം ജൂലൈ മാസത്തിൽ 481 രൂപയുടെ 52 വീക്ക് ഹൈയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്നും സ്റ്റോക്ക് കറക്റ്റ് ആവുകയും 322 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 40%-നടുത്ത് കറക്ഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. 4000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 47.92. DCX സിസ്റ്റം പ്രധാനമായും കേബിൾ, വയർ ആൻഡ് ഹാർനസ് ആണ് നിർമ്മിക്കുന്നത്. എയറോസ്പേസ്, ഡിഫൻസ് സെക്ടറുകളുടെ പല കമ്പനികളുടെയും ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന പല കമ്പനികളുടെയും ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറായി, പ്രത്യേകിച്ചും കേബിൾ ആൻഡ് വയർ ഹാർനസ് അസംബ്ലീസിൻ്റെ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറായി DCX സിസ്റ്റം എന്ന കമ്പനി പ്രവർത്തിക്കുന്നു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 30%, കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത് 32%, ROE 16%-നടുത്ത്. കമ്പനിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ 170 കോടിയിൽ നിന്നും 138 കോടിയിലേക്ക് ഇടിഞ്ഞു. ഓപ്പറേറ്റിംഗ് മാർജിൻ 4% നിന്നും -1.99% ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 9 കോടിയിൽ നിന്നും 4.51 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. കൂടാതെ പ്രൊമോട്ടേഴ്സ് ഈ കമ്പനിയിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചു കൊണ്ടുവരികയാണ്. 62% നിന്നും 59.78%ലേക്ക് പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞു. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 2.3 നിന്നും 1.28 ഇടിയുകയും DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 11.19 നിന്നും 8.89 ഇടിയുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 24% നിന്നും 30% ഉയരുകയും ചെയ്തു. DCX സിസ്റ്റം എന്ന സ്റ്റോക്കും സ്ട്രോങ് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 480 നിന്നും കറക്റ്റായ സ്റ്റോക്ക് 336-നടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 305 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 320-നടുത്തും സ്റ്റോക്കിന് സ്ട്രോങ് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ KR ചോക്സി ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസിയും DCX സിസ്റ്റത്തിന് ബൈ എന്ന റേറ്റിംഗും 519 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. DCX സിസ്റ്റം എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ ട്രെൻഡ് പരിശോധിച്ചാൽ ഫസ്റ്റ് ക്വാർട്ടർ പലപ്പോഴും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മോശമായിരിക്കും. ഇപ്രാവശ്യവും അത് തന്നെയാണ് സംഭവിച്ചത്. അതേസമയം കമ്പനിക്ക് പല ഡിഫൻസ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിൽ നിന്നും വളരെ വലിയ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. റെനേൽ അഡ്വാൻസ് സിസ്റ്റത്തിൽ നിന്നും $424 മില്യൺ ഓർഡറും ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും $4752 മില്യൺ ഓർഡറും കമ്പനിക്ക് ലഭിച്ചു. ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ $19,370 മില്യൺ 19,730 മില്യൺ രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് നിലവിലുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ KR ചോക്സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് വരുന്ന ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 519 എന്ന ലെവൽ റീഗെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.